10 വർഷം കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉൾപ്പെടെയുള്ള ഉന്നത ബി.ജെ.പി. നേതാക്കളെ ഇപ്പോഴും വേട്ടയാടുന്ന ഒന്നാണ് ജസ്റ്റിസ് ബി.എച്ച്. ലോയയുടെ മരണം. ഇക്കാര്യം അറിയുന്നതുകൊണ്ടാണ് ഇന്നലെ പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരിയായ മഹുവ മൊയ്ത്ര ഈ കേസ് ഒരിക്കലൂടെ അവരെ ഓർമ്മിപ്പിച്ചത്. അടിയന്തരാവസ്ഥയുടെ പേരിൽ കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തി ഭരണപക്ഷം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കെയായിരുന്നു മഹുവയുടെ ഓർമ്മപ്പെടുത്തൽ. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി പുറപ്പെടുവിച്ച HR ഖന്നയെക്കുറിച്ച് രാവിലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുകയുണ്ടായി. 1976 ആ വിധിക്ക് ശേഷം നീണ്ട 32 കൊല്ലം ഇവിടെ ജീവിച്ച ഖന്ന പിന്നീട് ആത്മകഥയും എഴുതി. എന്നാൽ പാവം B.H. ലോയ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നായിരുന്നു മഹുവയുടെ കുറുക്കി കൊള്ളുന്ന പ്രസംഗം. മഹുവയുടെ വിമർശനം BJPക്ക് കൊണ്ടു എന്നതിന് തെളിവായിരുന്നു ലോക്സഭയിലെ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. അവസാന കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗമായിരുന്നു മഹുവ. ഇക്കാര്യം ഓർമ്മിപ്പിച്ച് താക്കീതിന്റെ സ്വരത്തിലാണ് മഹുവയോട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസാരിച്ചത്. സുപ്രീം കോടതി തന്നെ തീർപ്പാക്കിയ ഒരു വിഷയമാണ് മഹുവ മൊയ്ത്ര ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉചിതമായ പാർലമെന്റ് നടപടി നേരിടേണ്ടി വരുമെന്നും മഹുവയെ കേന്ദ്രമന്ത്രി ഭീഷണിപ്പെടുത്തി. അമിത് ഷാ പ്രതി ചേർക്കപ്പെട്ട സൊഹ്റബുദ്ദീൻ ഷേഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസ് പരിഗണിച്ച CBI ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് B.H. ലോയ. സൊഹ്റബുദ്ദീൻ ഷേഖിനെ നിരോധിത സംഘടനയായ ലഷ്കർ-എ ത്വയ്ബ അംഗമാണെന്നാരോപിച്ച് ഗുജറാത്ത് പോലീസ് വെടിവെച്ചു കൊല്ലുമ്പോൾ സംസ്ഥാന ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അമിത് ഷാ ഉൾപ്പെടെയുള്ള 18 പേരെ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഒക്ടോബർ 31 അമിത് ഷാക്ക് ജസ്റ്റിസ് ലോയ നോട്ടീസ് അയച്ചു. എന്നാൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടും അമിത് ഷാ ഹാജരായില്ല. ഇതോടെ കേസ് ഡിസംബർ 15 നീട്ടുകയും അന്നേ ദിവസം ഹാജരാകണമെന്നും ആവശ്യപ്പെട്ട് വീണ്ടും സമൻസ് അയച്ചു. കേസ് ഡിസംബർ 15 പരിഗണിക്കും മുമ്പ് ഡിസംബർ 1 ലോയ മരിച്ചത്. ലോയയെ നാഗ്പൂരിലെ ഗസ്റ്റ് ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ലോയയുടെ സഹോദരി നടത്തിയ വെളിപ്പെടുത്തലാണ് മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചത്. കേസിൽ അമിത് ഷാക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കാൻ ലോയക്ക് മുംബൈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നതായാണ് സഹോദരി അനുരാധ ബിയാനിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ വാഗ്ദാനം നിരസിച്ചെന്നും അനുരാധ വെളിപ്പെടുത്തിയിരുന്നു. മരണം വിവാദമായെങ്കിലും അതിൽ ദുരൂഹതയില്ലെന്നാണ് പിന്നീട് സുപ്രീം കോടതി ഉത്തരവ് പറഞ്ഞത്. ലോയയുടെ സഹോദരിയുടെ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയുണ്ടായി. ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് ലോയയെ സഹായിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ മുതിർന്ന അഭിഭാഷകൻ ശ്രീകാന്ത് ഖണ്ഡാൽക്കർ, നാഗ്പൂർ ജില്ലാ ജഡ്ജി പ്രകാശ് തോബ്രെ എന്നിവരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചെന്നതുൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകളാണ് പിന്നീട് വന്നത്. ലോയയുടെ സുഹൃത്തും അഭിഭാഷകനുമായ സതീഷ് ഉക്കക്കൊപ്പം മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ, സൽമാൻ ഖുർഷിദ്, വിവേക് തങ്ക എന്നിവരാണ് മാധ്യമങ്ങൾക്ക് മുമ്പായി ലോയ കേസിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പെട്ടെന്ന് വിധി പറയാൻ ചിലർ ജസ്റ്റിസ് ലോയക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ഒപ്പിടാൻ മുൻകൂട്ടി തയ്യാറാക്കിയ വിധിന്യായം തന്നെ എത്തിച്ചു കൊടുത്തെന്നും ഇവർ പറഞ്ഞു. ശ്രീകാന്ത് ഖണ്ഡാൽക്കർ, പ്രകാശ് തോബ്രെ എന്നിവർ മരിച്ചതിനു പുറമെ ലോയയെ സഹായിച്ച ഒരു സുഹൃത്ത് അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്നും ഇവർ ആരോപിച്ചെങ്കിലും ഇതിൽ പിന്നീട് കാര്യമായ അന്വേഷണമോ നടപടിയോ ഒന്നും ഉണ്ടായില്ല. അടിമുടി ദുരൂഹത നിറഞ്ഞതായിരുന്നു ലോയയുടെ മരണാനന്തര നടപടികൾ. കൂടുതൽ സമയം ലോയയുടെ കുടുംബത്തെ കാണിക്കാതെയാണ് മൃതദേഹം സംസ്കരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ കൃത്രിമത്വം നടന്നുവെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത് BJP നേതാവും മഹാരാഷ്ട്ര മന്ത്രിയുമായ സുധീർ മുങ്കന്തിവാറിയുടെ സഹോദരനായ ഡോക്ടർ മകരന്ത് വ്യവഹാരയായിരുന്നെന്നും കാരവൻ മാഗസിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഡോക്ടർ മകരന്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചത്. എന്നാൽ രേഖകളിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ആളുടെ പേര് NK തും റാം എന്നായിരുന്നു. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ അധികാരം പ്രയോഗിച്ചിരുന്ന ഡോക്ടർ മകരന്ത് ലോയയുടെ പോസ്റ്റ്മോർട്ടത്തിൽ അതീവ താല്പര്യം കാണിച്ചു. ലോയയുടെ കുടുംബം നേരത്തെ ആരോപിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ മുറിവുകളുള്ളതായി ഒരു ആശുപത്രി ജീവനക്കാരൻ സ്ഥിരീകരിച്ചു. കല്ലുകൊണ്ടുള്ള ഇടികിട്ടിയതാവാം ആ മുറിവ്. ആക്രമണത്തിൽ തൊലിയിൽ പൊട്ടലും ഉണ്ട്. മൃതദേഹം പൊതിഞ്ഞ തുണിയുടെ തലഭാഗത്ത് രക്തം കട്ടപിടിച്ച നിലയിലായിരുന്നു. ആ ഭാഗത്തുള്ള മുടി രക്തം കൊണ്ട് ഒട്ടിപ്പിടിച്ചിരുന്നു. എന്നാൽ ഇവയൊന്നും റിപ്പോർട്ടിൽ എഴുതാൻ തും റാമിനെ ഡോക്ടർ മകരന്ത് അനുവദിച്ചില്ല. പകരം സ്വാഭാവിക മരണമെന്നും ഹൃദയാഘാതമാണ് കാരണമെന്നുമാണ് റിപ്പോർട്ട് തീർപ്പിലെത്തിയത്. ഞാൻ പറഞ്ഞതുപോലെ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതിയെന്ന് ഡോക്ടർ മകരന്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജസ്റ്റിസ് ലോയയുടെ ദുരൂഹ മരണം പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതിയിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമാവുകയുണ്ടായി. സ്വതന്ത്ര ഇന്ത്യയിൽ അസാധാരണവും നാടകീയവുമായ നീക്കങ്ങൾക്കും ഈ കേസ് പരിഗണിക്കുന്ന ബെഞ്ച് തീരുമാനിക്കുന്ന കാര്യത്തിലുണ്ടായി. ലോയയുടെ കേസ് മുതിർന്ന ജഡ്ജിമാരെ ഏൽപ്പിക്കാതെ ജൂനിയർ ജഡ്ജിമാരെ ഏൽപ്പിച്ചതാണ് പ്രശ്നത്തിനിടയാക്കിയത്. അന്നത്തെ ചീഫ് ജസ്റ്റിസായിരുന്ന ദീപക് മിശ്ര കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ സീനിയോറിറ്റിയിൽ മുന്നിലുള്ള 4 ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തി
ചീഫ് ജസ്റ്റിസിനെ വിമർശിക്കുന്നതടക്കമുള്ള അസാധാരണ സംഭവങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. 2018 ജനുവരി 12 ജസ്റ്റിസുമാരായ ജസ്റ്റിസ് ചെമലേശ്വർ, രഞ്ജൻ ഗൊഗോയ്, മദൻ ബി ലോക്കൂർ, കുര്യൻ ജോസഫ് എന്നീ സീനിയോറിറ്റിയിൽ 2 മുതൽ 5 സ്ഥാനത്ത് വരെയുള്ള ജഡ്ജിമാർ കോടതി നടപടി നിർത്തിവെച്ച് വാർത്താ സമ്മേളനം നടത്തിയത്. 2025 നവംബറിലാണ് BJP അനുയായിയും അധോലോക ബന്ധവുമുള്ള സഹ്റാബുദ്ദീൻ ഷെയ്ഖിനെ നിരോധിത സംഘടനയായ ലഷ്കർ-എ ത്വയ്ബ അംഗമാണെന്ന് ആരോപിച്ച് ഗുജറാത്ത് പോലീസ് വെടിവെച്ച് കൊന്നത്. സഹ്റബുദ്ദീനെയും ഭാര്യ കൗസർ ബിയെയും ഹൈദരാബാദിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ശേഷം വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് കേസ്. കൊല്ലപ്പെടും മുമ്പ് അഹമ്മദാബാദിലെ ഫാം ഹൗസിൽ വെച്ച് കൗസർ ബി ക്രൂരമായ കൂട്ടബലാത്സംഗത്തിനും ഇരയായി. കൗസർ ബിയുടെ മൃതദേഹം കത്തിച്ചു കളഞ്ഞതായാണ് റിപ്പോർട്ട്. സഹ്റബുദ്ദീനെ കൊലപ്പെടുത്തിയതിന് ദൃക്സാക്ഷികളായ പ്രജാപതിയെ 2006 വെടിവെച്ചു കൊന്നു. ഈ 2 കേസും ഒന്നിച്ചാണ് CBI അന്വേഷിക്കുന്നത്. കേസിൽ 2013 അമിത്ഷാ ഉൾപ്പെടെയുള്ള 18 പേർക്കെതിരെ CBI കുറ്റം ചുമത്തി. അമിത്ഷായെ കൂടാതെ ഈ കേസിൽ രാജ്യത്തെ ഭരണസിരാ കേന്ദ്രങ്ങളിലുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. മോദി അധികാരത്തിലേറിയതിന് പിന്നാലെ അമിത്ഷാ അടക്കമുള്ളവരെ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം ഉത്തരവിട്ടു. സദാശിവം തൊട്ടു പിന്നാലെ കേരള ഗവർണറായി നിയമിക്കപ്പെട്ടത് വലിയ ചർച്ചകൾക്കിടയാക്കിയിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.